ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വോട്ടർ പട്ടിക പേരുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ എനിക്ക് വോട്ടുണ്ടോ എന്ന് നോക്കില്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയില്ലേ? ബിനുവിനെ സംബന്ധിച്ച് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2020 അയാൾ വോട്ട് ചെയ്തിട്ടില്ല. 2020 വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല. ഇനി കോൺഗ്രസ്സിന് അതുമാത്രമാണ്. ഇപ്പോൾ 19-ാം വാർഡിലെ ബിന്ദുവിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് അവർ വോട്ടൊക്കെ ചോദിച്ച് നടന്നിരിക്കുന്നത്. അവർക്ക് വോട്ടില്ല എന്നാണ് ഇന്നത്തെ പത്രം പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് ഇതൊന്നും അതിലൊരു ഇതൊന്നല്ല അവരുടെ അജണ്ട. പിന്നെ ഏത് കാര്യത്തിനും സർക്കാരിനെയും അതേപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട ആളുകളെയും ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ CPM എന്താ ചെയ്തത്? CPM ആണോ ബിനുവിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്? അതല്ലേ നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തെന്ന് ഇപ്പോൾ ആവർത്തിക്കുകയാണ്. അത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉണ്ടെന്നാണ്. അയാൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും, നിയമസഭയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും, ലോകസഭയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ വോട്ടർ പട്ടികയൊക്കെ വ്യത്യസ്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ വോട്ടർ പട്ടികയെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വോട്ടർ പട്ടികയൊന്നും തിരിയാത്ത ഒരാളാണ് ബിനു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമാകില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിട്ട് സ്ഥാനാർത്ഥിയായ ആളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ വോട്ട് ചെയ്തിട്ടില്ല. അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വോട്ടർ പട്ടികയിൽ അയാൾ പേരില്ല. അതിപ്പോൾ അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയ വിവരമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്.